ഹായ് ഹലോ വെൽക്കം ടു എക്കണോമിക്സ് അൺബോക്സ്ഡ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായിട്ടുള്ള BA എക്കണോമിക്സിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിലെ മൊഡ്യൂൾ 1-ലെ യൂണിറ്റ് 2-ലെ കോൺസെപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. The PPF shows the trade-off between the output of different goods at a given time, but the trade-off can change over time. നമുക്കറിയാം ട്രേഡ് ഓഫ് ഇൻ എക്കണോമിക്സ്. ട്രേഡ് ഓഫ് എന്താണ്? നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ടോപ്പിക്കാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ഒരു സാധനം കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപേക്ഷിക്കുന്ന മറ്റൊരു സാധനത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ PPF എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഔട്ട്പുട്ട്സിൻ്റെ ഡിഫറെൻറ്റ് ഗുഡ്സിൻ്റെ ഔട്ട്പുട്ട് തമ്മിലുള്ള ട്രേഡ് ഓഫ് കാണിക്കുന്നുണ്ട്. അറ്റ് എ ഗിവൺ ടൈം, ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള രണ്ട് ഗുഡ്സിൻ്റെ ഔട്ട്പുട്ട്സ് തമ്മിലുള്ള ട്രേഡ് ഓഫിനെയാണ് ആര് കാണിക്കുന്നത്? നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത്. ബട്ട് ദ ട്രേഡ് ഓഫ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം. പക്ഷേ നമ്മുടെ ട്രേഡ് ഓഫ് എന്ത് ചെയ്യാം? സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. For example, suppose a technical advance in computer industry raises the number of computers that a worker produces per week. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യാണ്? ഒരു ടെക്നിക്കൽ അഡ്വാൻറ്റേജ് വരികയാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വാൻസ് വരികയാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ ചേഞ്ച് വരികയാണ്. അപ്പോൾ ഇത്രയും കാലം ഒരു വർക്കർ ഒരാഴ്ച പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗുഡ് അല്ലെങ്കിൽ കൂടുതൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യാം? വരുന്ന ആഴ്ചയിൽ നമ്മുടെ ഒരു വർക്കറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും കാലം കഴിഞ്ഞ ആഴ്ച വരെ ഞാനിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി നടത്തുകയാണ്. അപ്പോൾ എൻ്റെ ഇൻഡസ്ട്രിയിൽ ഒരു വർക്കർ കഴിഞ്ഞ ആഴ്ച വരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് 10 കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഒരു വർക്കർ 10 കമ്പ്യൂട്ടർ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ടെക്നോളജി വിദേശത്ത് നിന്ന് US നിന്ന് കുറച്ച് ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തു, അപ്പോൾ കൊണ്ടുവന്ന് എൻ്റെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാം? ഇനി തൊട്ട് ഈ ഒരു വീക്ക് തൊട്ട് എൻ്റെ കമ്പനിയിലെ ഓരോ വർക്കേഴ്സും എന്ത് ചെയ്യാണ്? 15 കമ്പ്യൂട്ടർ വെച്ച് ഓരോ വീക്കും പ്രൊഡ്യൂസ് ചെയ്യാണ്. ദിസ് അഡ്വാൻസ് എക്സ്പാൻഡ് സൊസൈറ്റി സെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയുടെ സെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ റിസോഴ്സസ് അറ്റ് ദ കമാൻഡ് ഓഫ് ദ ഇക്കോണമി ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ദ PPF വിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ് ഓർ ഔട്ട്വേർഡ്സ്. അപ്പം നമ്മുടെ എക്കോണമിയിലെ റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ എന്ത് സംഭവിക്കും? കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് നടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PPF ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, പുറത്തോട്ട് ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദ ഫിഗർ ഷോസ് വാട്ട് ഹാപ്പൻസ് വെൻ എൻ എക്കോണമി ഗ്രോ. അപ്പോൾ നമ്മളിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ എന്താ ചെയ്യുന്നത്? നമ്മുടെ എക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഫിഗർ ഷോ ചെയ്യുന്നത്. സൊസൈറ്റി ക്യാൻ മൂവ് പ്രൊഡക്ഷൻ ഫ്രം എ പോയിന്റ് ഓൺ ദ ഓൾഡ് ഫ്രോണ്ടിയർ ടു പോയിന്റ് ഓൺ ദ ന്യൂ ഫ്രോണ്ടിയർ, വിച്ച് point it chooses depend on its preferences for the two goods. അപ്പോൾ നോക്കുക, ഇവിടെ നേരത്തെ പോലെ തന്നെ X ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് കാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, Y ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ പേരെന്ന് പറയുന്നത് എ ഷിഫ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ കർവ് പറയുന്നത്. A technological advance in the computer industry enables economy to produce more computers for any given number of cars. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി എന്ത് ചെയ്യും? enables the economy to produce more computers for any given number of cars. നമ്മുടെ കാർസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. As a result, the production possibility frontier shift outwards. അപ്പോൾ നമ്മുടെ PPF എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. PPS ഷിഫ്റ്റ് ചെയ്യുന്നത് നോക്കുക. ആദ്യത്തെ നമ്മുടെ PPF ആണ് ഇത്, ആ നീലക്കർവ്. അത് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അളവ് മാത്രമേ കൂടുന്നുള്ളൂ. കാറിൻ്റെ അളവ് എന്താണ്? അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് നോക്കുക, ആ കർവ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന നോക്ക്. കാർ 1000 തന്നെയാണ്, പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ 3000-ൽ നിന്നും 4000-ത്തോട്ട് മാറി. If the economy moves from point A to point G, then the production of both cars and computer increases. ഇപ്പോൾ നമ്മൾ ഇനി പോയിന്റ് എയും പോയിന്റ് ജിയും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ
പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ജിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കാറിൻ്റെ അളവും കൂടുന്നുണ്ട്. കാറിൻ്റെ അളവ് എന്തായി? 600-ൽ നിന്ന് 650 കമ്പ്യൂട്ടറിൻ്റെ അളവ് എന്തായി? 2200-ൽ നിന്നും 2300 ആയിട്ടുണ്ട്. അത്രയാണ് ഷിഫ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ പറയുന്നത്. ഓക്കെ, സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ PPCയുടെ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പാർട്ട് നമ്മൾ എഴുതണം. ഈ ഷിഫ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ഈ ഒരു പോർഷനും എഴുതണം. ഓക്കെ, താങ്ക് യു.